അപ്പളേ സർപ്രൈസായിട്ട് കാക്കുവിൻ്റെ വീട്ടിലെത്തിക്കണ്ടോ. ആരാണ് കട്ട് ചെയ്ത് നോക്കിയ കേക്ക്? കൊച്ചപ്പല്ലാത്തൊരു കല്യാണം പിള്ളേർക്ക് ആലോചിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്. പെണ്ണു കണ്ട അന്ന് ചെന്ന മിക്കവാറും ചങ്കിൽ പിടിച്ചു. കുറച്ചറബേൻ്റെ കാക്കൂര് അഭ്യത്തോടുകൂടി ദീർഘായുസ് കൊടുക്കുക. അപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഐറ്റംസുകൾ, വെറൈറ്റികൾ, ഇതിനകത്ത് ചേരുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണ് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇത് കാരണം മകളെ കുട്ടിയാണോ പൈസ, അത് മകൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കളമശ്ശേരിയിലാണ്. എറണാകുളം കളമശ്ശേരിയാണ് ഇപ്പോൾ ഉള്ളത്. തൊടുപുഴയിൽ നിന്ന് ലോഡാക്കി വന്ന് നമ്മളെ വണ്ടി ഉണ്ടാവും സാധനം കിടക്കുന്ന മാഷാള്ള കിടക്കുന്ന കണ്ട കിടപ്പ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ലോഡ് കയറ്റി വന്ന് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് സാധനം എടുക്കണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടിച്ചട്ടികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിവിടെ ബില്ലൊക്കെ സെറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പെട്ടെന്ന് കയറ്റണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വൺ ഡിമാൻഡ് അങ്ങനെ പറഞ്ഞാൽ കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ചില ആളുകൾക്ക് ഭയങ്കര തണ്ടേകാരം നമ്മൾ സ്ഥാപനത്തിലൊക്കെ ചെന്നാലേ, കാരണം ഇത് ഈ ലോകത്ത് വേറെവിടെയും കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വൻ ബിസിനസ്സിൻ്റെ മറ്റൊരു മേഖല കേട്ടോ. നമ്മളെ നാട്ടിലൂടെയൊക്കെ അത് സംഗതി ഇല്ല. ഇതൊരു ലോകമാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ സാധനം കയറ്റിയിട്ട് സെറ്റാക്കുന്ന പരിപാടി. അപ്പോൾ ഇവിടെ ഒരു അച്ചുകളൊക്കെ ഉണ്ടാകും. ഞാൻ കാണിച്ചു തരാം. ഓരോ ഫോട്ടോണ്ടാക്കണം. അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം. നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനൽ സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ട നമ്മളെ ഒരു അടിപൊളി വ്ളോഗ് ഇതാ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളെ വ്ളോഗ് എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. അടിപൊളിയാണ്. നമ്മളെ ഫാമിലി ഉണ്ട്. ഇന്നത്തെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠനും മക്കളും, ഭാര്യ, എൻ്റെ മുത്തച്ഛി, എൻ്റെ ഇത്ത, എൻ്റെ കാക്കു, എൻ്റെ കാക്കുവിൻ്റെ കൊച്ചുമക്കളൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, എനിക്ക് അവരെ കാണാൻ പറ്റി. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ എൻ്റെ സന്തോഷം. അപ്പോൾ നമ്മൾ അവരിലേക്ക് എത്തും ഇൻഷാ അല്ലാ. ഇവരുടെ ആ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അച്ചാട്ടത് കേട്ടോ. ഈ സാധനത്തിന്മേണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും അച്ചുകളാണ്. ഇവിടെ ഓരോ ഐറ്റംസുകളുണ്ട് മക്കളെ. അന്തമുട്ട കേസുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ട സിമ്പിളാന്ന് തോന്നും, ചെറുതാന്നൊക്കെ തോന്നും. പക്ഷേ ഒക്കെ ചെറുത് തന്നെയാണ്. അതിൽ ഒരുപാട് കിടിൽ ഐറ്റംസുകളുണ്ട്. ഫൈബർ മാതിരി സാധനം, ഫൈബർ മിക്സറാണ്. ഇതൊക്കെ ഫൈബർ മിക്സഡ് സാധനം. സിമെൻറ്റിൻ്റെ ഉണ്ട്, വേറെ ഡിസൈനുകളുള്ളുണ്ട്. ഇതൊക്കെ സിമെൻ്റ് ഒട്ടിച്ചെടുത്താണ് പീസ്. വൈ എന്തൊക്കെ ഫൈബറാ? അച്ഛാ, ഏ സിമെൻ്റ്? അതെ, ഇതൊക്കെ സിമെൻറ്റിൽ ഉണ്ടാക്കണം. സിമെൻ്റ് അല്ല, കാസ്റ്റോ പാരീസിൻ്റെ സാധനം ചേർക്കുന്നുണ്ട്. വെറും സിമെൻ്റ് അല്ല കേട്ടോ. സിമെൻ്റ് പറഞ്ഞാൽ ഞാൻ പക്ക സിമെൻ്റ് അല്ല, കാസ്റ്റോ പാരീസ്. ഇതൊക്കെ ഫൈബറാണ്. ഈ സാധനമൊക്കെ ഫൈബറാണ്. ഒരുപാട് ഐറ്റംസുകൾ, വെറൈറ്റികൾ. ഇതൊക്കെ സിമെൻറ്റും കാസ്റ്റോ പാരീസൊക്കെ പോലെ മിക്സറാണോ മനസ്സിലുണ്ടെങ്കിൽ സിമെൻ്റാണ് കൂടുതലുള്ളത്. ഇത് സിമെൻറ്റിലാണ് ചെയ്തിരിക്കുന്ന സാധനം. ഡിസൈൻ ഇവിടെ കുറേ മതിലിന് പറ്റിയ ഡിസൈനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര സംഭവമാണ്. നമ്മൾ ചെറുതല്ല, ഭയങ്കര കളികളാണ്. ഒരുപാട് വെറൈറ്റി പോട്ട് എന്നാണ് പറയുന്നത്. പോട്ട് ഇത് നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കുന്നത്. പേപ്പറിട്ട് ഫിനിഷിംഗ് ആക്കി വൃത്തിയാക്കി പുട്ടിട്ട് പെയിൻ്റ് അടിച്ച്. ഇത് പാക്കിങ്ങിനുള്ള സെറ്റപ്പാണ്. തെർമോക്കോളർ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുക കേട്ടോ. ഇതൊക്കെ പേപ്പറിട്ട് കണ്ട് വൃത്തിയാക്കണ്ട്, കുറേ ഫിനിഷിംഗ് ആക്കണ്ട്. ഇപ്പോൾ പുട്ടിട്ട് കണ്ട് ചൊറുക്കൂട്ട് ഇതുപോലെ ആക്കും. ഈ ഗ്ലേസിങ്ങിൽ കൊണ്ടുപോകും സാധനം. അത് ഓരോന്നിൻ്റെ വലിപ്പം കണ്ടോ. ഒരു വാട്ടർ ടാങ്കിൻ്റെക്കാളും വലിപ്പമുണ്ട് അല്ലേ. അടി തീരല്ല, മോള് ഭയങ്കര ഹൈറ്റ്. ഇതൊക്കെ ചൊറുക്കിന് വെക്കുന്ന സാധനമല്ലേ. ഇത് ഫൈബറേക്കാരം. ഫൈബർ അല്ല, സിമെൻ്റ് തന്നെ. പക്ഷെ നല്ല ഫിനിഷിംഗ് ആക്കിയിരിക്കും. അടിപൊളി ഫിനിഷിംഗ് ആയിരിക്കുന്ന സാധനം. അത് സിമെൻ്റാണ്. ഒരു 8 മോഡൽ സാധനം. അങ്ങനെ ഒരുപാട് ഐറ്റംസാണ് ഇവിടെ. നല്ല വർക്കാണ്. ഒക്കെ നല്ല പേപ്പറിട്ട് പുട്ടിട്ട് പേപ്പർ ഒരതിയിട്ടങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് ചൊറുക്കുന്നു. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. ഇതൊക്കെ എവിടെയോ എന്തിനൊക്കെയോ ഫിറ്റാക്കുള്ള സാധനങ്ങളമാരി ഉണ്ട്. അത് ചൊറുക്ക കാണാനൊക്കെ തോണിമാരി. പാസ്റ്റോ പാരീസും ഫൈബറും പാടെ മിക്സറാണ്. രണ്ടും പാടെ കൂടിയ സാധനമാണ്. ഇപ്പോൾ നിർമ്മിച്ച സാധനങ്ങൾ ഡെക്കറേഷൻ വർക്കിന് കൊണ്ടുപോകാനുള്ളേക്കാം. അത് ഈ പീസ് ഡെക്കറേഷൻ വർക്കിനുള്ളതാണ്. ഇതൊക്കെ സാധനങ്ങൾ പോട്ടുകളുടെ ലോകം. ഭയങ്കര സംഭവങ്ങളല്ലേ. എന്തൊക്കെ സാധനം അങ്ങനെ ടോപ്പ് സംഭവങ്ങളാണ്. ഫ്രണ്ടേജാട്ടത് വരുന്ന വഴി കവാടം. അവിടെ ഇത് ഉണ്ടാക്കുന്ന പ്ലസ് ഉണ്ടല്ലോ. ഈ പ്ലസ് പോലത്തെ സാധനമാണ് അവിടെ തോണിമാരി കിടക്കുന്നത്. ഇതുവരെ ഉണ്ടാക്കിയതാണ് സിമെൻറ്റിൽ. അപ്പോൾ ഇതുപോലെയൊക്കെ സംഗതിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. ഡിസൈൻ വർക്കുകളൊക്കെ ഗ്ലാമറസ് ആക്കിയിട്ടേ ഉണ്ടോ. മൊത്തം ഈ സിമെൻറ്റും ഫൈബറും പാടെ കൂട്ടി പാസ്റ്റോ പാരീസൊക്കെ പാടാണോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സിമെൻറ്റ് വെച്ചിട്ട സാധനങ്ങളൊക്കെ ഇതൊക്കെ അച്ചിലുണ്ടാക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഭയങ്കര സെറ്റപ്പ് തന്നെ അവരുടെ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഫില്ലറുമേനെ പിടിപ്പിക്കണം, പൈപ്പുമേ. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരു വേറെ അച്ചിലുണ്ടാക്കുന്ന സാധനമാണ്.
അപ്പോൾ ചെങ്കള ഇതൊക്കെ നിർമ്മിതമാണ് സാധനം കേട്ടോ. അതൊന്നും ഉണ്ടായി വരുന്നതല്ല, ഇതൊക്കെ ഇവർ നിർമ്മിക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ പാസ്റ്റർ പാരീസിൻ്റെ അതുപോലെ നമ്മളെ ഈ കാസ്റ്റേൻ്റെ വർക്ക്, ടൈൽസിൻ്റെ ആ ഒരു സെയിം സാധനങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെറ്റീരിയൽസുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഫൈബർ ടൈപ്പ് വേറുണ്ട്. അതുകൊണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അപ്പോൾ സംഗതി ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇവിടെ നിന്ന് കയറ്റിയിട്ടുണ്ടോ. 1 2 3 4 5 6 7 സാധനമുള്ളൂ. പക്ഷേ അതിൻ്റെ വില, ഈ കണ്ട സാധനത്തിൻ്റെ വില എത്ര നിങ്ങൾ 10-60,000 റുപ്യ വില ഉണ്ട്. 60,000 റുപ്യേൻ്റെ സാധനമാണ് ഈ കിടക്കുന്നത്. ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 7 പീസ്, അവിടെ ഉള്ളിൽ ചെറിയൊരു പീസുണ്ട്, മൊത്തം 7 പീസുണ്ട്. ചെടിക്കനായി 40-40,000 റുപ്യ ചെടിക്ക് വില ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ കഥ മക്കളെ. അപ്പോൾ നമ്മളിത് ഷീറ്റ് നെറ്റ് കെട്ടിയിട്ട് പോരാണ്. ഇനി ചേട്ടൻ്റെ അടുത്തുനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സമയമാണ് ഇപ്പോൾ പ്രശ്നം, വീട്ടിൽ എത്താൻ വൈകും. നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ അവിടെയും പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മുടെ സ്വന്തം കാക്കുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ കൂടപ്പുറപ്പ് എൻ്റെ കാക്കു. വളരെ സന്തോഷമാണ് എൻ്റെ കാക്കുവിനെ കാണുമ്പോൾ. കാരണം എൻ്റെ ഉപ്പാക്ക് തുല്യം. ഒരുപാട് നാളായി കണ്ടിട്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് വളരെ റായത്തിലാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ എത്താൻ പറ്റി. എൻ്റെ എറണാകുളം ട്രിപ്പ് വരുമ്പോൾ, ഒരു ഓട്ടം വരുമ്പോൾ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കാക്കുവിനെ ഒന്ന് കാണുക, കുട്ടികളെ ഒന്ന് കാണുക, ഇത്താനൊന്ന് കാണുക. അത് വലിയ സന്തോഷമല്ലേ. നമ്മളെ കൂടപ്പുറപ്പുറത്തുനിന്ന് പോയി കുറച്ച് സമയം അവിടെ ചിലവഴിക്കുക. എറണാകുളം ഓട്ടം കിട്ടുമ്പോഴൊക്കെ നമ്മളെ ആഗ്രഹം മനസ്സിലാതായിരിക്കും. മാഷാ അല്ലാഹ് അവിടെ എത്താലോ, അവരെ കാണാലോ. അപ്പോൾ അങ്ങനെ മകൻ്റെ വൈഫാണ് അവിടെ ഉള്ളത്. അവളത് അങ്ങനെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ്. ആരാണ് എന്താണെന്നൊരു പിടിയും കിട്ടില്ല, വണ്ടി കൊണ്ട് മനസ്സിലായിട്ടില്ല. ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗേറ്റ് വർക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൾ ഗേറ്റ് വർക്കാണ്, ഒരെണ്ണം തുറന്നിക്കണം മതി എന്നും പറഞ്ഞ് ഞാൻ. അപ്പോൾ റിമോട്ട് കൺട്രോളാണ് കൈകാര്യം ചെയ്യണത്. അപ്പോൾ ആളെ സംഗതി കൊടുത്തും കിട്ടിയില്ല, കൊച്ചാപ്പ എന്നുള്ള ഒരു ഐഡിയയും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഏതായാലും വണ്ടി അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി കൊച്ചു തട്ടുന്നുണ്ട്, അതാണ് വരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ വീഡിയോ മെല്ലെ ഇവിടെ കട്ട് ചെയ്യും ഞാൻ. എന്തായാലും അൽഹംദുലില്ലാഹ് കാനോടെ വീട്ടിലെത്തിക്കുന്നു. ഗൈസ്, നമ്മളൊരു 1/2 മണിക്കൂർ മുമ്പേ വിളിച്ചപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആളായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആരുമില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ അപ്പുറം നിന്നാണ് വിളിച്ചത്. അപ്പോൾ അവർ വിചാരം ഞാൻ മലപ്പുറത്താണ്. അപ്പോൾ അവർ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് കളമശ്ശേരി വന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിരിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരിയെന്ന് പറഞ്ഞ് വെച്ചു. ഞാൻ റോഡൊക്കെ തിരക്കാം, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വെച്ചു. അപ്പോൾ ഞാൻ നേരെ ലൊക്കേഷൻ പിടിച്ച് ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ആരുമില്ല, എല്ലാവരും പോയി. മോള് മാത്രമേ ഉള്ളൂ. മോളെന്ന് പറഞ്ഞാൽ മരുമകൾ. എല്ലാവരും വരട്ടെ, വന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കാം, കുറച്ച് സമയം ജോലിയായിട്ട് ഇരിക്കുക. എല്ലാവരും പിള്ളേരൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ കാണാം. മെയിൻ അതാണ്, പിള്ളേരെ കാണുക, കാക്കുവിനെ കാണുക, മുത്തച്ഛനെ കാണുക, പിള്ളേരെല്ലാവരും കാണുക. ചെറുക്കന്മാരെ കാണാൻ കിട്ടും തോന്നുന്നില്ല, അവരൊക്കെ പുറത്ത് പോയി. നോക്കട്ടെ, വരട്ടെ. കറങ്ങി നടക്കുമല്ലേ, അതിനുള്ള സമയമല്ലേ ആയുള്ളൂ. ഞാൻ അപ്പോഴല്ലേ വിളിച്ചേ, അരമുക്കാൽ മണിക്കൂർ മുമ്പല്ലേ വിളിച്ചേ. എടാ ആരടാ ഇതൊക്കെ? വാ, കൊച്ചപ്പൻ്റെ മക്കളെന്നി നിങ്ങളെന്തേ ഓടലടാ? എന്താ വിശേഷം അറിയോ? ആരാ പാറടി പണ്ണേ? അയ്യവാ, എന്നാ വിശേഷം? അടിപൊളിയല്ലേ? കറങ്ങി നടക്കുമായിരുന്നു. ആരാണ് കട്ട് ചെയ്ത് നോക്കിയ കേക്ക്? കട്ട് ചെയ്തു. ഇന്ന് കഴിച്ചോ? രണ്ടുപേരും കഴിക്കേ. വാവ്, കൊച്ചിന് കൊടുക്കേ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? നല്ലതാണോ? അടിപൊളിയാണോ? ബട്ടർ സ്കോച്ച് അടിപൊളി. നിന്റെ ബർത്ത്ഡേക്കും ബട്ടർ സ്കോച്ച് ചെറുത് ഭയങ്കര മധുരല്ലേ? ഞാൻ അത്ര മധുരം കഴിക്കില്ല. അപ്പോൾ അൽഹംദുലില്ലാ കാക്കുവിൻ്റെ മക്കളെടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്കാണ് ഞാൻ മക്കൾക്ക് വേണ്ടി വാങ്ങിച്ചു കേട്ടോ. ഒരു അടിപൊളി കേക്കായിരുന്നു, ഭയങ്കര ടേസ്റ്റും മധുരം, ഭയങ്കര മധുരമായിരുന്നു സാധനം. അപ്പോൾ പിള്ളേർ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കണം. കാക്കുവിൻ്റെ അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ നമ്മൾ സ്ഥിരം കാണാത്ത ഒരു അകലത്തിലാണ് അവർ. ഒത്തിരി അടുത്തല്ല, ഒരുപാട് അകലല്ലേ, കിലോമീറ്ററുകൾ താണ്ടി പോകണം. അപ്പോൾ അങ്ങനെ അവരെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമല്ലേ നമുക്ക് ചെന്ന് കാണാൻ, കൂടപ്പുറപ്പുകളെ കാണാൻ. അപ്പോൾ മൂത്തച്ചി അടുക്കളയിൽ പോകുമ്പം പണിയിലാണ്. അനിയൻപുള്ളി വന്നതല്ലേ, അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട്.
അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ അടുക്കളയൊക്കെ ഒന്ന് കാണാൻ ചെറുതായിട്ട് കേട്ടോ. മൊത്തത്തിൽ വീഡിയോസ് എടുക്കണമെന്നുണ്ട്. ഒരു ഹോം ടൂർ കാക്കുവിൻ്റെ വീഡിയോ ചെയ്യണമെന്നുണ്ട് ഇൻഷാ അള്ളാ. അത് നമ്മൾ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും അടുത്ത പോക്കിന്. എന്തായാലും ആഗസ്റ്റ് 23-ാം തീയതി അവിടെ വിവാഹമുണ്ട് നമ്മുടെ മോൻ്റെ. അപ്പോൾ അതിന് പോകണമെന്നുണ്ട്. ഇതാണ് എൻ്റെ കാക്കുട്ടോ. കാക്കു പ്രായം നല്ല പ്രായമുള്ള കാക്കുണ്ട് കേട്ടോ. ഉണ്ട് കാക്കുണ്ട്. എടാ പൈസി എന്നെ എടുക്കോടാ. പൈസനെ കൊണ്ടുപോവാ വണ്ടിയിൽ. പിന്നെ വണ്ടിയിൽ എനിക്ക് കമ്പനിക്ക് ഒരാൾ വേണ്ടേ അല്ലേ? കമ്പനിക്ക് ആൾ വേണ്ടാ. എന്നാ കൊച്ചു പോലെ. അപ്പൊ ഗൈസ് നമ്മളിവിടെ ഇങ്ങോട്ടൊന്ന് സെൽഫി ഇവിടേക്ക് എന്താ പറയാ, ദേശം ഗാന്ധിപുരം അല്ലേ? ദേശത്തിന് 2 കിലോമീറ്റർ 2 കിലോമീറ്റർ. ഞാൻ ഇതിൽ വന്നത് അപ്പോൾ നമ്മളിവിടെ ചേട്ടായിൻ്റെ വീട്ടിലുണ്ട്. ചേട്ടായി, ചേട്ടത്തിയമ്മ, പിള്ളേർ, മരുമകൾ, അങ്ങനെ എല്ലാവരും കൂടി ഇതാ അടിച്ചു പൊളിക്കണു കുറച്ച് സമയം. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ഇവിടെ ഇങ്ങനെ രാത്രി വണ്ടി എടുക്കുന്നുണ്ടോ. ഒരു 7 മണി അവിടെ ഇവിടെയൊക്കെ പോലെ തിരക്ക് കുറഞ്ഞിട്ട് എനിക്ക് എന്താ കാലൊക്കെ കളയാൻ തുടങ്ങി. 2 മാസം വെറുതെ ഇരുന്നിട്ടേ ശരീരം കളഞ്ഞപ്പോഴേ ഈ വണ്ടിയിൽ നിന്ന് കുലുങ്ങി ഒരു അസ്വസ്ഥ. കാക്കുവിൻ്റെ വണ്ടിയാണ് കേട്ടത്. കാക്കുവിൻ്റെ വണ്ടിയാണിത്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ വരാറുണ്ട്. ഒരു താറുണ്ട്, ഒരു വോൾക്സ്വാഗൻ്റെ വണ്ടിയുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് കിടക്കുന്ന ഒരു പഴയ വണ്ടി, ബ്ലാക്ക് വണ്ടി കേട്ടോ, കറുത്ത ബ്ലാക്ക് വണ്ടിയാണിത്. അതിനകത്ത് ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന വണ്ടിയാണ്. കാരണം അത് നമ്മുടെ കാക്കുവിൻ്റെ മോൻ്റെ മനാഫ് എന്ന് പറയും. അവൻ്റെ ഭാര്യ, അവൻ്റെ പ്രണയകഥകളൊക്കെ ഉണ്ട് അതിനകത്ത്. ആ വണ്ടിക്കകത്ത് ഒരുപാട് രസങ്ങൾ പറയാനുണ്ട് അവർക്ക്. അപ്പോൾ ആ വണ്ടി അവർ കളയൂല. അത് ഒത്തിരി പഴക്കമുള്ള വണ്ടിയാണ്, ഒരുപാട് പഴക്കമുള്ള വണ്ടിയാണ്. വർഷങ്ങളായിട്ട് മുറ്റത്ത് കിടക്കുകയാണ്. അതൊരു ഓർമ്മകൾ കാത്ത് സൂക്ഷിക്കാൻ വേണ്ടി മാത്രം എടുത്തു വെച്ച വണ്ടിയാണെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളുമാണ്. അതൊക്കെ അവർ സൂക്ഷിക്കട്ടെ. എന്തായാലും എനിക്ക് എൻ്റെ കാക്കുവിനെ കണ്ടതിലുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല മക്കളെ. അത് അത്രയ്ക്ക് സന്തോഷം കേട്ടോ. ഫ്രണ്ട് പൊക്കേ കാണട്ടെ. എന്താ പൊങ്ങാത്തെ? ഇതാ ഇവള് പൊക്കൂട്ടോ. ഇപ്പോൾ പൊക്കും. കാരണം ഇത് കാരണം മകളെ കുട്ടിയാണോ പൈസ. അത് മകൻ്റെ കുട്ടിയാണ്. മകളെയും മകൻ്റെയും കുട്ടികളാണ്. അപ്പോൾ നമ്മളെ കാക്കുവിൻ്റെ വീട്. കാക്കുവിൻ്റെ ഒക്കെ ചരിത്രം പറയണ്ട, കഥ പറയേണ്ട ആൾ കേട്ടോ. നമ്മളൊന്നും മാറിയല്ല. ആൾ ഒരുപാട് കഥകൾ പറയാനുള്ള ആളാണ്. ആളെക്കുറിച്ച് നമുക്ക് കുറേ സംസാരിക്കാണ്ട്. ഇൻഷാ അല്ലാ ഒക്കെ പിന്നെ പറയാം. അപ്പോൾ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. എറണാകുളത്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ വരാം, സൗകര്യമാണ്. എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്താണ്, പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്, ലുലുമാളിൻ്റെ അടുത്താണ്. സെൻട്രലാണ് ഈ വീട്. സത്യം പറഞ്ഞാൽ നല്ല ഏരിയയാണ്, ഹൈവേ റോഡാണ്. അടിപൊളി സെറ്റപ്പ് സ്ഥലം കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ട്രാവൽസ് ബിസിനസ്സായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പുറത്താണ്, ടൗണിലാണ്. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം വിശ്രമിച്ച് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോകാം. ഈ സമയത്ത് വണ്ടി വിട്ട് കഴിഞ്ഞാലേ സമയം ഇപ്പോൾ എന്തായി 5 മണിയായിട്ടുള്ളൂ. 5 മണി കഴിഞ്ഞു. 5 മണിക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഈ ഹൈവേ ഒക്കെ ഭയങ്കര പ്രയാസം. വ്ളോഗാന്നേ. അപ്പോൾ ആ തിരക്കുന്നൊക്കെ ഒഴിവായി വൈകുന്നേരം 7 മണി കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് വണ്ടി വിടാം. 7 മണി 8 മണിക്കോ പോയാലും മതി, പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഈ സമയത്ത് പോയാലും വീട്ടിൽ ചെല്ലുമ്പോൾ സമയമാവും. വെറുതെ 2 മണിക്കൂർ എക്സ്ട്രാ പോകും. ആ സമയം നമുക്ക് ഇവിടെ കുറച്ച് നേരം കടന്ന് കറങ്ങിയാൽ പിള്ളേരെയും കാണാം, കാനോലിയും കാണാം, മുത്തച്ഛനെയും കാണാം, എല്ലാവരും കാണാം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് 2 കാര്യമുണ്ട് എറണാകുളം വന്നാൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. മുത്തുമണികളെ എൻ്റെ ചേട്ടത്തിയമ്മ എന്തോ മാഷാ അല്ലാ എന്താ പരിപാടി ഇത്. അനിയൻ പുള്ളി വന്നപ്പോൾ പുള്ളിക്കാരി കാര്യമായിട്ട് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താണ് സംഭവം നോക്കാം നമുക്ക്. പടച്ചോനെ ഞാൻ അല്ല നമ്മൾ ഉണ്ടാക്കണതാണല്ലോ അല്ലേ. ഇതെന്തുണ്ടാക്കണേ നമുക്ക് വേണ്ടി? ഉണ്ട ഓള് ഉണ്ടാക്കും. ഗായ്സ് ഞാൻ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞാട്ടോ, പറഞ്ഞിട്ട് കേൾക്കണ്ടേ. എന്തിനാ വെറുതെ ആകെ നീച്ച് നിൽക്കാൻ പറ്റുക. അപ്പോൾ ഗൈസ് നമുക്ക് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. പെണ്ണു കണ്ട അന്ന് ചെന്ന മിക്കവാറും ചങ്കിൽ പിടിച്ചു. മൂത്തച്ഛനെ തെറി വിളിക്കും മിക്കവാറും. പിന്നെ അനിയനും അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കച്ചറ കാണാം. ഇന്ന് രാത്രി കാണാം, വൈകുന്നേരം വീട്ടിൽ ചെന്ന വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാം കളി. എന്താ ഉണ്ടാക്കണമെന്ന് നോക്കാം. പത്തിരിയാണ്, വട്ടപ്പത്തിരിയാണ്. എങ്ങനെയാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട് ആൾ. പക്ഷെ വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലും പ്രശ്നം. ഞാൻ ഒലിവ് ഓയിലപ്പോൾ കൂട്ടും. ഒരെണ്ണം കഴിക്കാന്നേ. ഞാൻ പൊതുവെ എണ്ണക്കടി ഇപ്പോൾ ഒന്നും കഴിക്കലില്ല, ഒക്കെ നിർത്തിയില്ലേ.
ഞാൻ ആക്കിൻ്റെ 125 രൂപയുടെ ഗുളിക കഴിക്കേണ്ടത്. ഞാൻ ഗുളികക്ക് നല്ല വില ഉണ്ട്, ഹാർട്ടിൻ്റെ ഗുളിക നല്ല വില ഉണ്ട്. കുഞ്ഞോളെ ഇജൊന്നും ഉണ്ടാക്കൂലല്ലേ? എൻ്റെ എന്താ സ്പെഷ്യല്? ഒന്നും ഉണ്ടാക്കൂല. ബേബിൻ്റെ കാര്യ ബേബിൻ്റെ കാര്യം ചോദിച്ചാ ബേബി അല്ല ബേബി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ചെറുതായിട്ടൊക്കെ. അതിനാ ബേബിക്ക് അവസരമല്ലേ, ബേബിക്ക് അവിടെ പെണ്ണു കുഞ്ഞോക്ക് ഇപ്പം ഞാൻ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. അപ്പം ഗൈസ്, അപ്പം എങ്ങനെയാണ് നമ്മളെ വിശേഷങ്ങൾ? ഇന്നിപ്പോൾ സൽക്കാരം ഉണ്ടാക്കിയുള്ള പരിപാടി എന്ന് പറഞ്ഞത് ഒരു സാധനം വേണ്ടാറാണ്. എനിക്കാണെങ്കിൽ ഒന്നും പറ്റൂല. എന്തായാലും ഇപ്പം ഇന്ന് ഉണ്ടാക്കട്ടെ. ഇപ്പം കഴിച്ചിട്ട് പോവാം നമുക്ക്. അച്ഛൻ്റെ ആവശ്യമില്ല. അച്ഛ ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ അല്ലേ, സിമ്പിളായിട്ട്. അപ്പോൾ എനിക്ക് ആകെ ഒരു ചേട്ടത്തമ്മേ ഉള്ളൂ കേട്ടോ, വേറല്ല. അതാണ് നമുക്ക് ഭയങ്കര നമ്മളോട് ഭയങ്കര സ്നേഹമുള്ള ചേട്ടത്തമ്മേ. ഇങ്ങനെ ഒന്നും കിട്ടണം. കല്യാണത്തിനൊക്കെ ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ ബേബിനെ കൊണ്ട് നമ്മൾ പ്രസവിപ്പിക്കും. ഞാൻ പറഞ്ഞു ബേബിനെ 15-ാം തീയതി ആകുമ്പോൾ ബേബി പ്രസവിച്ചിരിക്കുന്ന അറിയാം. അപ്പോൾ ഗായ്സ്, പത്തിരി വരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് താത്ത അണകൾ, നമ്മളെ മൂത്തച്ചി. അപ്പോൾ പത്തിരിയൊക്കെ ആൾ പരത്തി ചുട്ടുട്ടോ. ഇനി ഇത് കഴിച്ചിട്ട് നമ്മളൊരു 7 മണിയാകുമ്പോൾ ഇറങ്ങും ഇൻഷാല്ലാ. അപ്പോൾ ഒരു 10-15 നമ്മൾ പെരീക്കത്തൊന്ന് വിചാരിക്കാം ഇൻഷാല്ലാ. പത്തിരിക്കത്തെ ചിക്കൻ്റെ കറി അല്ലേ? അല്ല, ചിക്കൻ്റെ കറിയുണ്ട്. ഒന്നും വേണ്ട, നമുക്ക് ആവശ്യമൊന്നുമില്ല തിന്നും. ഞാൻ അതിൽ ഒരെണ്ണൊക്കെ തിന്നുള്ളൂ, കൂടിപ്പോയ 2 എണ്ണം. പെണ്ണും അറിഞ്ഞാൽ ഒന്ന് ശരിയാക്കും. താത്താക്ക് ചിലപ്പോൾ അതിനോട് കിട്ടും. എന്ത് ബുദ്ധിമുട്ട്, നമ്മളിതൊക്കെ വിഷയമല്ല, സ്ഥിരം തന്നെയല്ലേ. ഇപ്പോൾ ഓൽക്കൊരു വിഷമം വേണ്ട, കഴിക്കാം. കല്യാണമൊക്കെ കൂടാൻ വരും ഇൻഷാല്ലാ. എൻ്റെ പ്രതീക്ഷകൾ നടത്തുന്നതാണ്. സെറ്റ്. നമുക്ക് ആഗസ്റ്റ് 24-ാം തീയതി അല്ലേ നമ്മളെ കല്യാണം? 3 23-ആണല്ലേ? ഞാൻ 24 വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആഗസ്റ്റ് 24-ാം തീയതി നമ്മളെ കുട്ടീൻ്റെ കല്യാണമാണ്. മോൻ്റെ വിവാഹമാണ്, കാക്കൂൻ്റെ കാരണവരുടെ കുട്ടീൻ്റെ ലാസ്റ്റ് കല്യാണം അല്ലേ? അപ്പോൾ അന്ന് ഞങ്ങൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. ബേബിൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു ടെൻഷനും വേവലാതിയൊക്കെ ഉണ്ട്. പ്രസവത്തിനെ കുറിച്ചല്ല, കല്യാണത്തിന് വരാൻ പറ്റൂലേ ആ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ എല്ലാവരും. കൊച്ചപ്പല്ലാത്തൊരു കല്യാണം പിള്ളേർക്ക് ആലോചിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇൻഷാല്ലാ നമുക്ക് അതിനൊക്കെ സാഹചര്യം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ബേബിനോട് ആഗസ്റ്റ് 15-ാം തീയതി ഒക്കെ പ്രസവിക്കാൻ പറയണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പരിപാടികൾ നേരത്തെ കഴിക്കാൻ പറയണം. ആ ചങ്ങാതിയാണ്, എന്താണാവോ ചങ്ങായിച്ചാണോ എന്തേലും ഒന്നും ഉണ്ടാവും ഇൻഷാല്ലാ. അപ്പോൾ ഞങ്ങളെ അപ്പോൾ ഇതൊക്കെ ചൂടട്ടെ, എന്നിട്ട് കഴിക്കാം നമുക്ക്. ഏതായാലും ഇപ്പോൾ എറണാകുളത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എറണാകുളത്തുള്ള ഞങ്ങൾ ആരെങ്കിലും നമ്മളെ സബ്സ്ക്രൈബ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുവേണ്ടി. നമ്മൾ എറണാകുളം ആലുവ അല്ലേ ശരിക്കും പറയാം? ദേശം അല്ലേ? ദേശം ഭാഗത്താട്ടത്. ആലുവയ്ക്കോട് കുറച്ചുള്ളൂ, 10 കിലോമീറ്ററല്ലേ ഉള്ളൂ. കയറണ്ടോ? ആ ശരി, 2 മെട്രോയ്ക്ക് ഇവിടുന്ന് 3 കിലോമീറ്റർ ഉള്ളൂ. കാനോല വീട്ടിൽ നിന്ന് എയർപോർട്ടിക്ക് അത്ര തന്നെ അല്ലേ? അതേമാതിരി പിന്നെ ഇവിടേക്ക് 5-6 കിലോമീറ്റർ ഉണ്ടാവും. അല്ല, പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടേക്ക് 5-6 കിലോമീറ്റർ കാണുന്നു അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ സെൻറ്ററിലാട്ടെ നമ്മളെ കാക്കൂൻ്റെ താമസം, ഫാമിലി ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു റെസ്റ്റ് എടുക്കുക. എറണാകുളം ഓട്ടം വന്നാൽ പ്രതീക്ഷ ഇവിടെ വരാം, കുറച്ചേരം ഇരിക്കുക, കടന്നുറങ്ങാൻ, വിശ്രമിക്കാം. വിളിച്ചു പറിച്ചില്ല, ഞാൻ ഉണ്ടാതെ വന്നിക്കിടന്ന് അങ്ങനെ അതൊന്നും ഇഷ്ടമല്ല ഇൻഷാല്ലാ. അപ്പോൾ ഗൈസ്, അപ്പോൾ പത്തിരിയും ചിക്കനും കാനോല കാണത്തിൽ കണ്ടുപോയിട്ടോ നമ്മളെ കാക്കൂനെ. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഒപ്പിക്കല്. നമ്മളെ കാക്കു കാരണവരാണ്, മൂത്തച്ഛൻ്റെ. അപ്പോൾ നമ്മൾ ചായ കുടിക്കുക, എന്നിട്ട് മെല്ലെ ഇവിടുന്ന് വിടുക നാട്ടിലേക്ക്. അതാണ് പരിപാടി. കുറച്ച് നേരം വിശ്രമിക്കാൻ പറ്റും ഇവിടെ നിന്ന് എറണാകുളത്ത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് യാത്രയാവുകയാണ്. അപ്പോൾ എൻ്റെ കാക്കുവാണ്. അതെ, തീർന്നു ഇല്ല. കുറച്ചറപ്പ എൻ്റെ കാക്കൂര് അഭ്യത്തോടുകൂടെ ദീർഘായുസ് കൊടുക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് ബാപ്പക്ക് തുല്യം ഈ ഭൂമിയിൽ ഇനി വേറെ ആരുമില്ല ഇൻഷാല്ലാ. കാക്കൂൻ്റെ കഥകൾ കുറേ പറയണ്ടേ, നമുക്ക് ദിവസം പറഞ്ഞിരുന്നു അല്ലേ? കാക്കു കഥകൾ കുറേ പറയണ്ടേ, കാക്കുവിൻ്റെ കുറേ കഥകൾ പറയണ്ടേ, ചരിത്രം തന്നെ പറയണ്ടേ.
നമ്മളെ കുഞ്ഞുനാൾ മുതലേ കുറെ ചരിത്രങ്ങൾ പറയാനുണ്ട്. ഇൻഷാല്ലാ പോയാലോ. വിട്ടോ 6 മണി 6. അപ്പൊ ഇൻഷാല്ലാ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. 11 മണിയാകുമ്പോ ഇതാ വിട്ടോ, ഞാൻ പോയിട്ടോ. അപ്പൊ നമുക്ക് എറണാകുളം കുഞ്ഞോളെ വിട്ടാലോ. അപ്പൊ നമ്മളെ കുട്ടികളൊക്കെ യാത്ര പറഞ്ഞ് പോവാണേ. അപ്പൊ എറണാകുളം ഓട്ടം കിട്ടിയാൽ ഏറ്റവും വലിയ സന്തോഷം നമ്മളെ കൂടെ പുറപ്പെടെ കാണുക. അതന്നെ ഏറ്റവും വലിയ റാഹത്തോടെ വരുമ്പോ. ഇൻഷാല്ലാ എന്നാ വിട്ടാലോ. കുഞ്ഞി ഇതാ അവിടെ കേക്ക് ഉണ്ടാക്കിണ്ടോ? എന്നാ കേക്കാടിയേ, അടിപൊളി കേക്കാണല്ലോ. അത് പഞ്ചസാര ഇല്ല, വിത്തൗട്ട് കേക്കാം. എടാ പൈസ വാടാ നോക്കേ. ആ ചങ്ങാതി അങ്ങനെ ഓ പിരാന്തല്ലേ. അതിന് അപ്പൊ ഇൻഷാല്ലാ കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.